മാളൂട്ടി ജോലി ചെയ്യുന്ന ഗോഡൌണിന്റെ മുമ്പിൽ ആ വലിയ കാറ് വന്നു നിന്നു. കയ്യിൽ ലിസ്റ്റുമായി കൃഷ്ണനെ കണ്ടു മാളൂട്ടി ഒന്ന് ഞെട്ടി. അയ്യോ എൻ്റെ ഈശ്വരാ! ടെക്സ്റ്റൈൽസിൽ നിന്നും ഓണർ കൃഷ്ണൻ സാർ തന്നെ നേരിട്ട് വേണ്ടുന്ന വസ്ത്രം എടുക്കാൻ താൻ ജോലി ചെയ്യുന്ന ഗോഡൌണിലേക്ക് വന്നിരിക്കുന്നു. എന്നും ലിസ്റ്റ് കൊടുത്ത് വണ്ടിയുമായി ആൾക്കാരെ അയക്കുകയാണ് പതിവ്. ഇന്നെന്താണാവോ നേരിട്ട്? കാറിൽ നിന്നിറങ്ങി അയാൾ ഓടി ഗോഡൌണിന്റെ എൻട്രൻസിലുള്ള കൗണ്ടറിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന മാളൂട്ടിയുടെ അടുത്ത് വന്ന് തൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് കൊടുത്തു പറഞ്ഞു, ദേ മാളു, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പ്രൈസ് ടാഗ് ഒട്ടിച്ച് തന്നേ, വേഗം വേണം കേട്ടോ. മാളു വിറയോട് കൃഷ്ണ നൽകിയ ഫയൽ വാങ്ങി. മാളു കമ്പ്യൂട്ടർ നോക്കി കൃഷ്ണ നൽകിയ ലിസ്റ്റിലെ വസ്ത്രങ്ങൾ ഏതൊക്കെ റാക്കിലുണ്ടെന്ന് മനസ്സിലാക്കി. അകത്ത് ചെന്ന് ബണ്ടിലെടുത്ത് താഴെ വെച്ച് തുറന്നപ്പോൾ എലികൾ കൂട്ടമായി ഓടിത്തുടങ്ങി. അതിനുള്ളിലുള്ള വിലപിടിപ്പുള്ള തുണികളേറെയും കരണ്ട് നശിപ്പിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ കൃഷിന്റെ ഭാവം മാറി. കഷ്ടം! എന്താ മാളു ഇത്? അത് സാർ, ഞാൻ പിന്നെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഒന്നും പുറത്തു വന്നില്ല. അവൾ നിന്ന് വിറച്ചു. ഞാൻ നിന്നെ പിരിച്ചുവിടുകയാണ്. എത്ര നഷ്ടമാണ് നീ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചതെന്നറിയാമോ? ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാണ് സാർ പറയുന്നത്? ഓരോരോ ദിവസവും ടെക്സ്റ്റൈൽസിൽ നിന്നും തരുന്ന ടാർജറ്റ് പ്രകാരം ഞാൻ എൻ്റെ പാക്കിംഗ് ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്താ? ജോലി ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണിലാകുമ്പോൾ വെറും പ്രൈസ് ടാഗ് ഒട്ടിച്ച് പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞെന്നാണോ? അവിടെ വരുന്ന വസ്ത്രങ്ങളുടെ ബണ്ടിൽസിൻ്റെ ഉത്തരവാദിത്തം കൂടി നോക്കണം. എത്ര എണ്ണത്തിലാണ് എലി കയറി നശിപ്പിച്ചതെന്നറിയാമോ? അതിന് ഞാൻ എന്ത് പിഴച്ചു സാർ? തനിക്ക് ഓർമ്മയുണ്ടോ? തൻ്റെ അച്ഛനും ഈ ഗോഡൗണിൻ്റെ വാച്ച്മാനുമായ ഭാസ്കരേട്ടൻ മരിച്ചപ്പോൾ തനിക്ക് ഞാൻ എൻ്റെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി നിൽക്കാൻ ജോലി വാഗ്ദാനം ചെയ്തില്ലേ? പഠിക്കാനുണ്ട്, എക്സാം എഴുതാനുണ്ട്, വീടിനടുത്ത് തന്നെ ഗോഡൗൺ ആയതിനാൽ ഇവിടെ എന്തെങ്കിലും ജോലി തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിന്റെ സൗകര്യത്തിന് വന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് കരുതി ഇവിടെ പ്രൈസ് ടാഗ് അടിക്കാനുള്ള ജോലി തന്നത്? പിന്നെ ജോലിക്കെടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇവിടെ എത്തുന്ന ബണ്ടിൽസിൻ്റെ കാർട്ടിന് പുറമെ റാറ്റ് പ്രിവെൻറ്റ് സ്പ്രേ അടിക്കണമെന്ന്? സാർ, എനിക്ക് അലർജി ഉണ്ട് സാർ. അതടിക്കുമ്പോൾ ശ്വാസം മുട്ടും. അതിന് പകരമായി ഞാൻ പിന്നെ എലിപ്പെട്ടി വെക്കാറുണ്ട്. അതിൽ പെടുന്നതിനെ കൊന്നു കളയാറുണ്ട് സാർ. അത് കേട്ട് ചെറുപ്പക്കാരനും ടെക്സ്റ്റൈൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ കൃഷ് പൊട്ടിച്ചിരിച്ചു. അത് ശരി, വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ എലികൾ വർദ്ധിച്ചിരിക്കുന്നത്. എൻ്റെ മാളു, ഒരു ദിവസം ഒരു എലി കുടുങ്ങി എപ്പോഴാ ഇവിടെയുള്ള എലികളെയൊക്കെ കൊന്നു തീർക്കുന്നത്? ഈ ഗോഡൗണിലേക്ക് തന്നെ എലികൾ എത്തി നോക്കാൻ പാടില്ല. നീ പോയി സമയം കളയാതെ ആ സ്പ്രേ അടിക്കടി. അവളുടെ ഒരു അലർജി കാണട്ടെ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു മാസ്ക് മുഖത്തിട്ട് എലി ഓടിക്കുന്ന സ്പ്രേ എടുത്ത് അവൾ ഗോഡൗണിലെ തുണിക്കെട്ടുകൾ മൊത്തം അടിക്കാൻ തുടങ്ങി. കൃഷി അത് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. സ്പ്രേ അടിച്ചുകൊണ്ടിരുന്ന മാളൂട്ടി ബോധം പോയി നിലത്ത് വീണു. കൃഷ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് തൊട്ട് വിളിച്ചു. പക്ഷെ അവൾ ഉണർന്നില്ല. കൃഷ് വേഗം അവളെ താങ്ങിയെടുത്ത് തൻ്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കൃഷിന് പരിചയമുള്ള ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിലുണ്ടായ ഡോക്ടർമാരെ കൃഷ് കാര്യം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പരിചരണത്താൽ ബോധം വീണ്ടു കിട്ടി. കൃഷിൻ്റെ സുഹൃത്തായ ഡോക്ടർ കൃഷ്ണയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എൻ്റെ കൃഷേ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? എലിയെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ സ്പ്രേയിൽ നല്ല തോതിൽ വിഷമുണ്ട്. കാറ്റിനടിക്കേണ്ട കീടനാശിനിയൊക്കെ ഔട്ട്ഡോറിൽ വെച്ച് വേണം ചെയ്യാൻ. ശേഷം നിശ്ചിത സമയം കഴിഞ്ഞ് വേണം അത് ഗോഡൗണിനുള്ളിൽ വെക്കേണ്ടത്. ചേംബറായ ഒരു റൂമിനകത്ത് നിന്ന് ഇതടിച്ചാൽ എത്ര ആരോഗ്യമുള്ള ആളായാലും ബോധം കെട്ടുപോകും. ഇതൊക്കെ മാനേജറായ നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ? കൂടാതെ ആ കുട്ടിക്കാണെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സോറി ഡോക്ടർ, എന്നോട് ക്ഷമിക്കൂ, പറ്റിപ്പോയി. രാക്ഷല്യം കൂടിയപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് കൃഷ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തന്നെ പോകാം. വൈകാതെ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. താങ്ക്സ് ഡോക്ടർ. കൃഷ് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഇത്രയും സുന്ദരിയായ കുട്ടിയെ നിങ്ങളെന്തിനാ ഗോഡൗണിലൊക്കെ ജോലിക്ക് വെച്ചത്? നിങ്ങളുടെ ഷോപ്പിൽ വെക്കാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാണ്, അവൾ കേട്ടില്ല. ഇവളുടെ അച്ഛൻ ഞങ്ങളുടെ കമ്പനി ഗോഡൗണിൻ്റെ വാച്ച്മാൻ ആയിരുന്നു. എൻ്റെ പപ്പയുടെ മെയിൻ സുഹൃത്താണ്. പുള്ളി മരിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ടെക്സ്റ്റൈൽസിൽ എന്ത് ജോലി വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞതാണ്. ഇവൾക്ക് പഠിക്കാനും എക്സാമൊക്കെ ഉള്ളതുകൊണ്ടും വീടിൻ്റെ അടുത്തുള്ള ആ ചെറിയ ജോലി ചെയ്യാമെന്ന് ഒടുവിലവൾ സമ്മതിച്ച പ്രകാരമാണ് അവിടെ ഒരു ജോലി ഏൽപ്പിച്ചത്. ഓ ഐ സി, സോറി കൃഷ്, ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും മാളു ഉഷാറായി നഴ്സുമാരുടെ കൂടെ അവിടെ എഴുന്നേറ്റ് വന്നു. കൃഷ് അവളെയും കയറ്റി വീട്ടിലേക്ക് പുറപ്പെട്ടു. ഏതായാലും ഇങ്ങനെ സംഭവിച്ചത് വീട്ടിൽ അറിയിക്കാം അല്ലേ? കൃഷ് അവളോട് ചോദിച്ചു. അവൾ മൂളി. ഇപ്പോൾ കുറേ നാളായില്ലേ ജോലിക്ക് ചേർന്നു? എക്സാമും പഠിത്തം കഴിഞ്ഞു കാണുമല്ലോ? കഴിഞ്ഞു സാർ. നാളെ തൊട്ട് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വാ. അവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അയ്യോ വേണ്ട സാർ. അപ്പോൾ പഠിച്ചിട്ട് സർക്കാർ ഉദ്യോഗം തന്നെയാണ് ലക്ഷ്യം അല്ലേ? അവൾ താഴത്തോട്ട് നോക്കി എന്താ പറയേണ്ടതെന്നറിയാതെ പുഞ്ചിരിച്ചു. ജോലി കിട്ടും വരെ വരാമല്ലോ. അത് സാർ,
പറ. സാർ പറയുമ്പോൾ അഹങ്കാരമാണെന്ന് കരുതരുത്. ഈ തുണികളൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് കസ്റ്റമറിൻ്റെ മുമ്പിൽ വലിച്ചു വാരിയിടുമ്പോഴുള്ള പൊടിയൊന്നും എനിക്ക് പിടിക്കില്ല. അലർജി. അത് ശരി. ഏതായാലും നീ നാളെ തൊട്ട് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വാ. നിനക്ക് ഞാൻ നല്ലൊരു ജോലി തരാം. അവളെ വീട്ടിൽ കൊണ്ടാക്കി കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയോട് കൃഷ് പറഞ്ഞു. അതേ മോനെ, അവൾക്ക് ഡ്രസ്സിലെ പൊടിയൊക്കെയും മരുന്നടിക്കുന്നതും ഒക്കെ അലർജിയാണ്. അതാണ് അവൾ അതിലൊക്കെ ഉഴപ്പിയത്. മോനൊന്നും വിചാരിക്കരുത്. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ടെക്സ്റ്റൈൽസിൽ പൊടിയൊന്നും ഏൽക്കാത്ത ഒരു ജോലി ഞാൻ അവൾക്ക് കൊടുക്കാം. മാളു നാളെ രാവിലെ വരട്ടെ. ശരി മോനെ. അമ്മ കൈകൂപ്പി സന്തോഷം പ്രകടിപ്പിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. മോനെ, കാപ്പി കുടിച്ചിട്ട് പോകാം. അയ്യോ വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. കൃഷ് കാർ മുന്നോട്ടെടുത്ത് പോകുന്നത് മാളു ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മാളു ടെക്സ്റ്റൈൽസിലെത്തി. കൃത്യം 9 മണിയാകുമ്പോൾ കൃഷും ടെക്സ്റ്റൈൽസിലെത്തി. മാളൂട്ടി വന്നോ? വാ, നിന്റെ ജോലി എന്താണെന്ന് പറയാം. ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ ഷോയ്ക്ക് നിർത്തിയിരിക്കുന്ന കുറേ ആണുങ്ങളുടെ ടോയ്സിനെ കാണിച്ച് കൃഷ് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വസ്ത്രങ്ങൾ ഊരി പുതിയത് ഇടിയിപ്പിക്കണം. 10 ടോയ്സിന് വേണ്ട ജീൻസും ഷർട്ടും അവൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അയ്യോ, ഇത്ര ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഞാനെങ്ങനെയാ ആണുങ്ങളുടെ വസ്ത്രങ്ങൾ ഊരുക? കള്ളൻ വീണ്ടും പണി പറ്റിച്ചു. എന്താ നോക്കി നിൽക്കുന്നത്? ഇത് നല്ല ജോലിയല്ലേ? സർ, ഞാനെങ്ങനെയാ ഇവന്മാരുടെയൊക്കെ ഡ്രസ്സ് ഊരുക? എനിക്ക് നാണമാകുന്നു. എന്താ മാളു, ഇതൊക്കെ ടോയ് അല്ലേ? ഒരു ലെവലിൽ കണ്ടാൽ മതി. മടിക്കാതെ ജോലി ചെയ്താട്ടെ, വേഗം. അതും പറഞ്ഞവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി. അത് കണ്ട് പേടിച്ച് അവൾ ടോയ്സിനെ ഒന്നിനെ മാറ്റി നിർത്തി അതിൻ്റെ ഷർട്ട് ഊരി മാറ്റി തുടങ്ങി. ഒരു പുരുഷന്റെ മുന്നിൽ നിന്ന് വസ്ത്രം ഊരുന്ന പ്രതീതി. ശേഷം അവൾ ജീൻസിന്റെ ബട്ടൺ അഴിച്ചു. ഒരു നിമിഷം ആ ജീൻസിന്റെ അര പിടിച്ച് താഴ്ത്താൻ അവൾ അറച്ചു നിന്നു. പിന്നെ കണ്ണടച്ച് അതിൻ്റെ ജീൻസ് താഴോട്ടാക്കി. ഇത് കണ്ടുകൊണ്ട് കൃഷ് അവിടെ കടന്നു വന്നു. മാളു, എന്താ ഇത്? എന്തായി കാണിക്കണേ? അതിനെന്താ, ജീവനുണ്ടോ ഇങ്ങനെ നാണിക്കാൻ? അത് കേട്ടതോടെ അവൾ കുറച്ച് ഉഷാറായി. അവൾ കൃഷിനെ നോക്കി അല്പം കുറുമ്പ് കാണിച്ച് പിന്നെ ദേഷ്യം വന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക ധൈര്യത്തിൽ ഓരോ ടോയ്സിൻ്റെയും വസ്ത്രം ഊരി കളർ കോമ്പിനേഷൻ നോക്കി ജീൻസും ഷർട്ടും ഇടിയിച്ചു. ഇപ്പോൾ സുന്ദരമായി പണിയെടുക്കുന്നുണ്ടല്ലോ. കൃഷ് അവളെ നോക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഈ പഴയ ഷർട്ടും ജീൻസും ഒക്കെ എടുത്ത് ഡ്രൈ വാഷിങ്ങിന് മെഷീനിൽ കൊണ്ടുപോയിട്ടാട്ടെ. അതൊക്കെ കൊണ്ടുപോയി അവൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു. അത് കഴിഞ്ഞ് അവൾ അവൻ്റെ കൗണ്ടറിൽ വന്നു നിന്നു. ഇനിയെന്താ? അപ്പോൾ ഇനി ക്യാഷ് കൗണ്ടറിലിരുന്നോ? അവിടെ സാറല്ലേ ഇരിക്കുന്നത്? ഞാനിവിടെ ക്യാഷ്യറായിട്ട് പുതിയ ആളെ നിയമിച്ചു കഴിഞ്ഞു. ഇനി എനിക്കിവിടെ ജോലിയില്ല. ആ ക്യാഷ്യർ അത് നീയാണ്. ഇന്ന് തൊട്ട് നീ ഇരിക്കേ ഈ ടെക്സ്റ്റൈൽസിലെ ക്യാഷ്യറായിട്ട്. ഞാനോ? അതിനിടയിൽ നിനക്ക് വലിയ ജോലി കിട്ടുമ്പോൾ പോവുകയാകാം. അവൻ അവളെ പൊക്കിയെടുത്ത് ക്യാഷ് കൗണ്ടറിലിരുത്തി. തന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ തുടരണമെങ്കിൽ കൃഷ് സാറിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഇന്നലെയും ഇതിലും കുറേ സമയം തൊട്ടിട്ടുണ്ടല്ലോ. അവളത് ഓർത്ത് പൊട്ടിച്ചിരിച്ചു. MSc കെമിസ്ട്രി പഠിക്കുന്ന അവൾക്ക് കീടനാശിനി എന്തെന്നും അത് കുറേ സമയം ശ്വസിക്കുന്നത് എത്ര ദുഷ്കരമാണെന്നും അറിയാം. അതാണ് ഗോഡൗണിൽ ഇതുവരെ അത് കൈകൊണ്ട് തൊടാതിരുന്നത്. പിന്നെ കൃഷ് സാറ് നിർബന്ധിച്ച് അടിക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള രാസതന്ത്രജ്ഞൻ്റെ തന്ത്രമാണ് ചുമ്മാ ബോധം കെട്ട് കിടക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്ന് അവൾ ഓർത്ത് ചിരിച്ചു. കൃഷ് തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ വെപ്രാള ഒരു കണ്ണിലൂടെ അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിൽ തന്നെ സ്ട്രക്ചറിൽ എത്തിച്ചപ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് ഈച്ചയിരുന്നപ്പോൾ ബോധം പോയ താൻ അതിനെ ആട്ടിയത് കണ്ട് ഡോക്ടർ അന്തം വിട്ടതും അവൾ ഓർത്ത് ചിരിച്ചു. കൃഷിൻ്റെയും മാളൂട്ടിയുടെയും പ്രണയം നാൾക്ക് നാൾ വളർന്നു. ഒടുവിലത് വിവാഹത്തിൽ കലാശിച്ചു. ഇന്നവൾ ഭർത്താവായ കൃഷിൻ്റെ പേരിലുള്ള ഒരുപാട് ടെക്സ്റ്റൈൽസ് കമ്പനികളുടെ ജനറൽ മാനേജറാണ്. ഒരു ബോധം കെടൽ കൊണ്ടുണ്ടായ സൗഭാഗ്യമേ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.